നമ സർവേഭ്യോ. ഇന്നത്തെ ക്ലാസ് ദ്രുതവിളംബിതം ഛന്ദഃ. ഈ ഛന്ദസ്സിൽ 12 വർണ്ണങ്ങളാണ് ഉണ്ടാവുക. അത് എങ്ങനത്തെ വർണ്ണങ്ങളായിരിക്കും, അതിൻ്റെ ലക്ഷണം എന്നിവയെല്ലാം നമുക്ക് നോക്കാം. ആദ്യം ലക്ഷണം. ദ്രുതവിളംബിതമാഹ നഭൗ ഭരൗ. നഭൗ ഭരൗ എന്ന് പറഞ്ഞാൽ നഗണം, ഭഗണം, വീണ്ടും ഭഗണം, പിന്നെ രഗണം. ഇതാണ് ഈ ഛന്ദസ്സിൽ വരുന്ന ഗണങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നഗണം എന്ന് പറഞ്ഞാൽ സർവലഘുവാണ്. ഭഗണം എന്ന് പറഞ്ഞാൽ ആദിഗുരു. അതുപോലെ രഗണം മധ്യ ലഘു. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? ദ്രുതവിളംബിതം ഛന്ദസ്സാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ലക്ഷണത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദ്രു ത വി 3 ഹ്രസ്വമായ അക്ഷരങ്ങളായതുകൊണ്ട് അവിടെ സർവലഘുവായി, നഗണമായി. പിന്നെന്താ പറയുക? ല ബി ത. ല ലഘുവാണെങ്കിൽ കൂടി അടുത്ത സംയുക്താക്ഷരം ഉള്ളത് കൊണ്ട് എന്തായി? ഗുരുവായി മാറി. അങ്ങനെ ആദിഗുരു ഭഗണം, വീണ്ടും ആദിഗുരു ഭഗണമായി. അതായത് മാ എന്ന ദീർഘം അവിടെ വന്നതുകൊണ്ട് ആദിഗുരു ഭഗണം, അങ്ങനെ 2 ഭഗണമായി. പിന്നെന്താ? ഭൗ ഭരൗ. ഭൗ ദീർഘമാണ്, അതുകൊണ്ട് ഗുരു. പിന്നെ ഭ ലഘു, രൗ ദീർഘം, ഗുരു. അങ്ങനെ എന്താ പറയുക? മധ്യലഘു രഗണമായി. അങ്ങനെ നഭൗ ഭരൗ എന്നീ ലക്ഷണത്തോടുകൂടി ദ്രുതവിളംബിതം വരികയാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കിയിട്ട് നിർത്താം. ഇതര പാപഫലാനി യദൃച്ഛയാ വിതര താനി സഹേ ചതുരാനന അരസികേഷു കവിത്വനിവേദനം ശിരസി മാലിഖ മാലിഖ മാലിഖ. ഇവിടെ ആദ്യത്തെ ലൈനിൽ ഞാൻ വൃത്തം തിരിച്ചിട്ടുണ്ട്. ഈ താര 3 എന്താ പറയുക? ഹ്രസ്വങ്ങളായതുകൊണ്ട് 3 ലഘുക്കളായി. അങ്ങനെ നഗണം വന്നു. പിന്നെ പ പ ഫ. പ ദീർഘം, അതുകൊണ്ട് ഗുരു. മറ്റു 2 ലഘുക്കളോടുകൂടി ഭഗണം വന്നു. പിന്നെ ലാ നി ഇയ. ലാ ദീർഘമാണ്, അതുകൊണ്ട് ഗുരു. നീയ 2 ഹ്രസ്വമാണ്, അതുകൊണ്ട് 2 ലഘുക്കൾ. അങ്ങനെ വീണ്ടും ഭഗണം വരികയാണ്. പിന്നെ ദൃ ച യ. ദൃ ഹ്രസ്വമാണ്, പക്ഷെ സംയുക്താക്ഷരം അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഗുരുവായി. ച എന്നതിലെ അകാരത്തിന് നമ്മൾ ലഘു കൊടുക്കണം. പിന്നെ യ എന്ന ദീർഘം, ഗുരു. അങ്ങനെ അന്ത്യമായ 3 അക്ഷരങ്ങളിൽ എന്താ വരുന്നത്? മധ്യലഘു രഗണമായി വരികയാണ്. ഓക്കെ, അങ്ങനെ നഭഭരൗ എന്ന ദ്രുതവിളംബിതത്തിൻ്റെ ഗണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ വിതാര താനീസ ഹേ ചതു രാനന. ഇവിടെയും ഈ ഗണങ്ങളെ അനുസരിച്ചിട്ടൊന്ന് ചെയ്തു നോക്കുക. ഓക്കെ, സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ധന്യവാദ.